എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഗ്യാസ്ട്രൈറ്റിസ്. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഐറ്റിസ് ഇൻഫ്ലമേഷൻ ആണ്. അപ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയത്തിനുണ്ടാകുന്ന നീർവീഴ്ചയാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് നമ്മൾ പൊതുവായിട്ട് പറയാറുള്ളത്. പലപ്പോഴും പലരും ഇത് ഡയഗ്നോസ് ചെയ്തെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. ഡോക്ടർമാരുടെ കാര്യമല്ല പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം, പൊതുവായിട്ടുള്ള ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഏത് തരത്തിൽപ്പെട്ട എന്ത് പ്രശ്നമാണ് എന്ന് തിരിച്ചറിയാൻ പലരും ബുദ്ധിമുട്ടാറുണ്ട്. എന്താണ് ഗ്യാസ്ട്രൈറ്റിസ് എന്നും എന്തുകൊണ്ടാണ് ഗ്യാസ്ട്രൈറ്റിസ് വരുന്നത് എന്നും സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്, അതിനുവേണ്ടി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്, അതിനുള്ള ന്യൂനതകളും അതിന് പരിഹാര മാർഗ്ഗങ്ങളുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സാധാരണ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടായാൽ ഏറ്റവും പ്രധാനമായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങൾ ആദ്യം നമുക്ക് കാണാം. ഏറ്റവും ആദ്യം ഉണ്ടാവുക ദഹനക്കുറവാണ്. എന്ത് കഴിച്ചാലും ദഹിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം. പലപ്പോഴും ബ്ലോട്ടിങ്ങും ഗേർഡ് പോലെയുള്ള പ്രശ്നങ്ങൾ, നെഞ്ചരിച്ചിൽ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. മറ്റൊന്ന് ഛർദിയാണ്. പലതരത്തിലുള്ള ഛർദിലുണ്ടാകാം. ചിലവർക്ക് പച്ച നിറത്തിലോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലോ ആണ് സാധാരണ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകുന്ന കേസുകളിലുണ്ടാകുന്ന ഛർദിയുടെ നോർമലായിട്ടുള്ള നിറം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ചിലർക്ക് ഛർദി ഉണ്ടാകണമെന്നില്ല, നോസിയേഷനാണ് അല്ലെങ്കിൽ ഓക്കാനം വന്നുകൊണ്ടിരിക്കുക എന്നാണ്. ചിലപ്പോൾ ചിലർക്ക് ഭക്ഷണം കാണുമ്പോൾ തന്നെ ഓക്കാനം വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഓക്കാനം ഉണ്ടാവാം. മറ്റൊരു പ്രധാന ലക്ഷണമായിട്ട് പറയുന്നത് വിശപ്പില്ലായ്മയാണ്. ഇവർക്ക് ഭക്ഷണം എത്ര കഴിച്ചിട്ടില്ലെങ്കിലും വിശപ്പ് ഉണ്ടാവുകയില്ല. കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും പലർക്കും ഇങ്ങനെയൊരു വിശപ്പില്ലായ്മയൊക്കെ ഉണ്ടാകുന്നത്. ഇനി വയറുവേദന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. പക്ഷേ ആ വയറുവേദനയുടെ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോവർ അബ്ഡോമൻ അല്ല, വയറിൻ്റെ താഴെ ഭാഗത്തല്ല, പലപ്പോഴും അപ്പർ അബ്ഡോമൻ, വയറിൻ്റെ മേൽഭാഗത്തുള്ള ഭാഗത്താണ് വേദന ഗ്യാസ്ട്രൈറ്റിസ് ആണെങ്കിൽ ഉണ്ടാവുക. മറ്റൊരു പ്രധാന ലക്ഷണമായിട്ട് പറയാൻ പറ്റുന്നത് ബേണിംഗ് ആണ്, അല്ലെങ്കിൽ പുകച്ചിലാണ്, ഒരു നീറ്റൽ. ഈ പുകച്ചിൽ സാധാരണഗതിയിൽ ഗ്യാസ്ട്രൈറ്റിസിനുണ്ടാവുക രാത്രി കാലങ്ങളിലാണ്, അല്ലെങ്കിൽ ഭക്ഷണങ്ങളുടെ ഇടവേളകളിലാണ്. രണ്ട് ഭക്ഷണങ്ങളുടെ ഇടയിലുള്ള സമയത്താണ് ഇത് ഉണ്ടാകാറുള്ളത്. ഇതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, ഒന്ന് ബീറ്റൈൻ HCl കഴിച്ചു നോക്കുക, അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനെഗർ കഴിച്ചു നോക്കുക എന്നൊക്കെയാണ്. നിങ്ങൾ അബദ്ധം ചെയ്യരുത്. പലപ്പോഴും ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഒരു പക്ഷേ ആസിഡ് കുറഞ്ഞതുകൊണ്ടും ഉണ്ടാകാം. ആസിഡ് കൂടിയതുകൊണ്ടാണ് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകുന്നതെങ്കിലും ഹൈപ്പോ ആസിഡിറ്റി അല്ലെങ്കിൽ ആസിഡ് കുറഞ്ഞാലും പലപ്പോഴും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് കണ്ടുവരാറുള്ളത്. നിങ്ങൾ സാധാരണ മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ബീറ്റൈൻ HCl എന്ന് പറയുന്ന ആസിഡ് അല്പം കഴിക്കാം. അതിന് സപ്ലിമെൻ്റ് രൂപത്തിൽ ഇത് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനെഗർ. ആപ്പിൾ സിഡർ വിനെഗർ 1 സ്പൂണ് 1 ഗ്ലാസ് വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് നിങ്ങൾ ഈ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ അസ്വസ്ഥത വളരെയധികം കുറയുന്നുണ്ടെങ്കിൽ അത് ഗ്യാസ്ട്രൈറ്റിസ് അല്ല, മറിച്ച് ഹൈപ്പോ അസിഡിറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഈ ആപ്പിൾ സിഡർ വിനെഗർ കഴിക്കുമ്പോഴോ ബീറ്റൈൻ HCl കഴിക്കുമ്പോഴോ ഇത് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് 90% ഗ്യാസ്ട്രൈറ്റിസ് തന്നെ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഇതിനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും. ഇനി ഇതിന് സാധാരണഗതിയിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ എന്താണെന്ന് നോക്കാം. സർവ്വസാധാരണമായിട്ട് ഇതിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ആൻറ്റാസിഡ്സ് ആണ്. ആൻറ്റാസിഡ്സ് ഏതിനും എന്തിനും നമ്മൾ ഇങ്ങനെ ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ഈവൻ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ പലരും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ആൻറ്റാസിഡ്സ് എന്ന് പറഞ്ഞാൽ. ചിലരൊക്കെ ചെറിയ പ്രായത്തിൽ കഴിക്കാൻ തുടങ്ങി വർഷങ്ങളോളം ആൻറ്റാസിഡ്സുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ചില പേഷ്യൻസൊക്കെ വന്നു കഴിഞ്ഞാൽ പറയാറുണ്ട്, രാവിലെ എഴുന്നേറ്റ് ഒരു ആൻറ്റാസിഡ് കഴിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം വേറെ ഒന്നിനും പറ്റില്ല, എല്ലാ ദിവസവും കഴിഞ്ഞ വർഷങ്ങളോളമായിട്ട് ഞങ്ങൾ ഇത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പലപ്പോഴും പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളെ കുറക്കാൻ ഇത് ഒരു പക്ഷേ സഹായകരമാകാം. ഒരു കാരണവശാൽ ഇത് രോഗത്തെ മാറ്റുന്നില്ല, ലക്ഷണങ്ങൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റേതായിട്ടുള്ള പല കോംപ്ലിക്കേഷൻസുകളും ഉണ്ടാകാറുമുണ്ട്. ഏറ്റവും സാധാരണമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയൊക്കെ ഇതുണ്ടാക്കാം ദീർഘകാലം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ വൈറ്റമിൻ Dയുടെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നുണ്ട്, കാൽഷ്യം കുറയുന്നുണ്ട്. അപ്പോൾ B12, വൈറ്റമിൻ D, കാൽഷ്യം ഇതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ നിങ്ങളുടെ സന്ധികളുടെ ആരോഗ്യത്തെ ഇത് ബാധിക്കുകയും നിങ്ങൾക്ക് ആർത്രൈറ്റിസ് പോലെയുള്ള വാതരോഗങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊന്ന്, പലരും ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും പൂർണ്ണമായി മനസ്സിലാക്കാതെ ഈ പറയുന്ന ആൻറ്റാസിഡ്സ് കാലാകാലങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഗ്യാസ്ട്രിക് ഭാഗത്ത് വരുന്ന ക്യാൻസറിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇത് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കും.
അപ്പോൾ വെറുതെ ആൻറ്റാസിഡ്സ് കഴിച്ചുകൊണ്ടിരിക്കരുത്. ആൻറ്റാസിഡ്സ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അസ്വസ്ഥത കുറയുമെങ്കിലും ഈ രോഗം അതിൻ്റെ സങ്കീർണതകളിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയൂ. അതുകൊണ്ട് ആൻറ്റാസിഡ്സ് ഒരുപാട് കാലത്തേക്ക് കഴിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഇനി എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് വരുന്നതെന്ന് നോക്കാം. ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാൻ പറ്റുക ആൽക്കഹോളാണ്. പലപ്പോഴും ആൽക്കഹോൾ കൺസംഷനുള്ള ആൾക്കാർക്ക് ഈ ഗ്യാസ്ട്രൈറ്റിസ് സാധ്യത 10 മടങ്ങാണെന്നൊക്കെ നമുക്കറിയാം. അതേപോലെ തന്നെ ആസ്പിരിൻ കണ്ടൻറ്റുള്ള മരുന്നുകൾ ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ആസ്പിരിൻ മരുന്നിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആസ്പിരിൻ മരുന്നുകൾ കാലാകാലങ്ങളോളം കഴിക്കുന്ന ആൾക്കാർക്കും ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുപോലെ NSAIDs, പല രോഗങ്ങൾക്കും കൊടുക്കുന്ന നോൺ സ്റ്റീറോയിഡൽ NSAIDs വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ, ആ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ പലപ്പോഴും നിങ്ങൾക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും ഡോക്ടർമാർ ഇത് എഴുതുന്ന സമയത്ത്, പ്രത്യേകിച്ച് മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ ഇത് എഴുതുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ആൻറ്റാസിഡ് കൂടി ചേർത്ത് തരുന്നത്. പക്ഷേ ഈ മരുന്നിന് ഉപയോഗത്തിന് ശേഷവും പലരും ആൻറ്റാസിഡ്സ് മാത്രം കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് തെറ്റായിട്ടുള്ളൊരു പ്രവണത കൂടിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു സൂക്ഷ്മ അണുവാണ് H. പൈലോറി എന്ന് വിളിക്കുന്ന ഒരു ബാക്ടീരിയ. ഈ H. പൈലോറിയും നിങ്ങളുടെ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കണക്കാക്കാറുണ്ട്. ഇത്തരത്തിലുള്ള H. പൈലോറിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രിപ്പിൾ തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പികളൊക്കെ സാധാരണ ആൾക്കാർ പോകാറുമുണ്ട്. ഇനി ഞാൻ ഇന്ന് പറയുന്നത് ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളെക്കുറിച്ചാണ്. ഒന്ന് കോർട്ടിസോൾ, 2 ബൈൽ. കോർട്ടിസോളും ബൈലും പല കാരണവശാലും നമ്മുടെ മെഡിക്കൽ സമൂഹം തന്നെ ഇതിനെ നെഗ്ലക്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ചെയ്യുക. ഗ്യാസ്ട്രൈറ്റിസ് വന്നാൽ ആരും നിങ്ങളുടെ കോർട്ടിസോൾ ലെവലോ അല്ലെങ്കിൽ ബൈലിൻ്റെ കണ്ടൻറ്റുകളോ പരിശോധിക്കാറില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു കാര്യം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ കോർട്ടിസോൾ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കോർട്ടിസോൾ സാധാരണ നമ്മൾ സ്ട്രെസ് ഹോർമോണായിട്ടാണ് പറയാറുള്ളത്. എപ്പോഴും കോർട്ടിസോൾ ശരീരത്തിനകത്ത് വർദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ട്രെസ്സ് നിങ്ങൾക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ സെക്രീഷൻ വർദ്ധിക്കും. ആസിഡ് സെക്രീഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഇൻറ്റസ്റ്റൈനൽ ലൈനിങ് അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിനകത്തുള്ള ശ്ലേഷ്മ സ്തരം അല്ലെങ്കിൽ മ്യൂക്കോസൽ ലൈനിങ്ങിനെ നശിപ്പിച്ച് കളയും. ഇത്തരത്തിൽ അതിനകത്ത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഈ ശ്ലേഷ്മ സ്തരത്തിനെ നശിപ്പിക്കപ്പെട്ടാൽ അത് ഗ്യാസ്ട്രൈറ്റിസിനുള്ള ഏറ്റവും വലിയ വഴിയായിട്ട് മാറും. അതുകൊണ്ടാണ് എപ്പോഴും സ്ട്രെസ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമ്മൾ പറയുന്നത്. ഇനിയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കോർട്ടിസോൾ അധികമായി കഴിഞ്ഞാൽ 2 തരത്തിൽപ്പെട്ട അൾസറുകളാണ്, വ്രണങ്ങളാണ് ഈ വയറിനകത്ത് ഉണ്ടാകുക. അതിലൊന്ന് കർലിംഗ് അൾസേഴ്സ് എന്നാണ് പറയുക. കർലിംഗ് എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിച്ച ആളുടെ പേരാണ്. ഈ കർലിംഗ് അൾസേഴ്സ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോർട്ടിസോളാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ കോർട്ടിസോൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻറ്റസ്റ്റൈനൽ ലൈനിങ്ങിനെ അത് നശിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈ കോർട്ടിസോൾ ഈ ഇൻറ്റസ്റ്റൈനൽ ലൈനിങ്ങിനെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് കർലിംഗ് അൾസേഴ്സ് എന്ന് പറയുന്ന വിഭാഗം അൾസർ ഉണ്ടാവുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോർട്ടിസോൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഉണ്ടാകപ്പെടുന്ന വ്രണത്തിന് എന്ത് സംഭവിക്കുന്നു നമ്മൾ ആലോചിക്കുക. ഏത് വ്രണം ഉണ്ടായെങ്കിലും നിങ്ങൾ നോക്കുക, പലപ്പോഴും മെഡിസിൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് വ്രണം ഉണങ്ങാൻ വേണ്ടി സിങ്ക് അടങ്ങിയ മരുന്നുകളാണ്. പലരും പറയാറുണ്ട് പോഷണ വസ്തുക്കളൊന്നും ന്യൂട്രീഷനൊന്നും ഒരു ഗുണമില്ലാത്ത കാര്യങ്ങളാണെന്ന് ചിലർ പറയാറുണ്ടെങ്കിലും ഈ വ്രണങ്ങൾ ഉണങ്ങാത്ത വ്രണത്തിനൊക്കെ, മാറാത്ത വ്രണത്തിനൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് സിങ്ക് കൂടിയാണ്. അപ്പോൾ ഈ സിങ്ക് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ വ്രണം ഉണങ്ങാനുള്ള സാധ്യത കുറയും. അപ്പോൾ കോർട്ടിസോൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിനകത്തുള്ള സിങ്ക് കുറയുകയും അതുവഴി തന്നെ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്രണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്രണം ഉണങ്ങാനുള്ള സാധ്യത പോലും കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കോർട്ടിസോൾ എലിവേഷൻ കൊണ്ടുണ്ടാകുന്ന കർലിംഗ് അൾസേഴ്സ് എന്ന് പറയുന്ന പ്രശ്നം ഇത്ര രൂക്ഷമായിട്ട് നിലനിൽക്കുന്നത്. ഇനി മറ്റൊരു തരത്തിലുള്ള കോർട്ടിസോൾ കൊണ്ടുണ്ടാകുന്ന മറ്റൊരു ഗ്യാസ്ട്രൈറ്റിക് വ്രണമാണ് കുഷിംഗ് അൾസർ എന്ന് പറയുന്നത്. കുഷിംഗ് സിൻഡ്രോം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുഷിംഗ് സിൻഡ്രോം കോർട്ടിസോൾ വർദ്ധിക്കുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കോർട്ടിസോൾ ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ കുഷിംഗ് സിൻഡ്രോം ഉള്ള ആൾക്കാരിലൊക്കെ വേഗസ് നെർവിൻ്റെ ഇറിറ്റേഷൻ, അത് നമ്മുടെ ക്രേനിയൽ നെർവാണ്, നമ്മുടെ നാഡി വ്യവസ്ഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാഡിയാണ് ഈ വേഗൽ നെർവ്. ഈ വേഗൽ നെർവിനുണ്ടാകുന്ന ഇറിറ്റേഷൻസ്, ഓവർ എക്സൈറ്റേഷൻ, ഇതും ആസിഡിൻ്റെ സെക്രീഷൻ വർദ്ധിപ്പിക്കും. അതും നമുക്ക് ഈ പറയുന്ന പെർമനൻ്റ് ആയിട്ടുള്ള അൾസേഴ്സിനുള്ള സാധ്യത കൂട്ടിക്കൊണ്ടേയിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന എന്ത് സ്ട്രെസ്സും നമുക്ക് അൾസർ ഉണ്ടാക്കാനുള്ള സാധ്യത തുറന്നു കിട്ടും.
അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു അൾസറിന് പോലും നമ്മൾ എൻറ്റാസിഡ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്താണ് മെച്ചമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കൃത്യമായിട്ട് ഒരു ലക്ഷണം കുറക്കാൻ വേണ്ടി അല്പകാലത്തേക്ക് എൻറ്റാസിഡ്സ് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് തരില്ല. ഇനി മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബൈലിൻ്റെ സെക്രീഷനാണ്. ബൈൽ എന്ന് പറയുന്ന ഒരു ഡിറ്റർജൻറ്റാണ്. ഡിറ്റർജൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ അലക്കുകാരം പോലെയുള്ള ഒരു ഇതാണ്. അതായത് ക്ലെൻസിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു കാര്യം, ക്ലോക്സ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ബൈൽ അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ അതും സ്റ്റൊമക്കിൻ്റെ വാളിനെ, അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തിനെ ഇറിറ്റേറ്റ് ചെയ്യും, അതിനെ ബുദ്ധിമുട്ടുകളും അൾസറിലേക്ക് നയിക്കും. അതിന് സാധാരണഗതിയിൽ ഈസോഫാഗസിനകത്ത് ബൈൽ കയറി കഴിഞ്ഞാൽ, നമ്മുടെ ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മളെ അന്നനാളം, ആ കുഴലാണ്. ആ കുഴലിനകത്തേക്ക് ബൈൽ കയറിക്കഴിഞ്ഞാൽ, പിത്തരസം കയറിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവിടെ ബൈൽ റിഫ്ലക്സ് ഉണ്ടാവും. ബൈൽ റിഫ്ലക്സ് എന്ന് പറയുന്നതും ഈ പറയുന്ന തീവ്രമായിട്ടുള്ള നെഞ്ചരിച്ചിലും അസ്വസ്ഥതകളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും GERD എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസും ബൈൽ റിഫ്ലക്സും തിരിച്ചറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒത്തിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം രണ്ടും കാണിക്കുന്ന ലക്ഷണങ്ങൾ ഒന്നാണ്. പക്ഷേ അവിടെയും എൻറ്റാസിഡ് കൊടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഈ പറയുന്ന അസ്വസ്ഥതകൾ കുറയില്ല. അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് ടഡ്ക എന്ന് പറയുന്ന ഒരു ഫോമാണ്, TUDCA. ടഡ്ക ഇന്ന് അവൈലബിൾ ആണ്. ടഡ്ക ഈ വളരെ തീവ്രമായിട്ടുള്ള ഈ അസ്വസ്ഥതയുള്ള ആൾക്കാർ എൻറ്റാസിഡ്സ് കഴിച്ചിട്ടൊന്നും നിങ്ങൾക്കത് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ടഡ്കയിലാണ്. ടഡ്ക ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഈ ബൈൽ റിഫ്ലക്സിനെ കുറക്കും. ബൈലിൻ്റെ കൺട്രോൾ അതോറിറ്റിയും ഈ ടഡ്ക ഏറ്റെടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ടഡ്ക കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആദ്യം നിങ്ങൾ സ്ട്രെസ്സ് കുറക്കുക തന്നെയാണ് വേണ്ടത്. എൻറ്റാസിഡ്സ് നമ്മൾ ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം ജീവിതാവസാനം വരെ നിയന്ത്രിച്ചു എന്ന് നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി മരുന്നുകൾ കഴിച്ചുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകണോ, അതോ ഏതാനും കുറച്ച് നാളുകളിലേക്ക് അല്പം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിത ചിട്ടയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഭക്ഷണ ക്രമീകരണം നടത്തിക്കൊണ്ടും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറ്റിക്കൊണ്ട് ജീവിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ എൻറ്റാസിഡ്സ് മാത്രം വിഴുങ്ങിക്കൊണ്ട് ഇങ്ങനെയുള്ള ഗ്യാസ്ട്രൈറ്റിസിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കാതെ നിങ്ങൾ നാച്ചുറലായിട്ടുള്ള ചില കാര്യം കൂടി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സ് ഉള്ളവർ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്ട്രെസ്സ് കുറക്കാനുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഒരു ലോങ് വാക്ക്, ഒരു നടത്തോ അല്ലെങ്കിൽ ഒരു സൈക്ലിംഗ്, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ യോഗ പോലെയുള്ള പ്രാണായാമം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, നല്ല സുഹൃത്തുക്കളുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള ഏത് കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിൽ പോലും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്, നിങ്ങൾക്ക് പെർമനൻ്റായിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടെങ്കിൽ. മറ്റൊന്ന്, നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. പലപ്പോഴും ഒരു 8 hours ആവറേജ് ഉറങ്ങാത്ത ആൾക്കാർക്ക് ഗ്യാസ്ട്രൈറ്റിസും മാറാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ട് വരുന്നതും ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ശരീരത്തിനകത്ത് വൈറ്റാമിൻ D വളരെ കുറവാണെങ്കിൽ നിർബന്ധമായിട്ടും വൈറ്റാമിൻ D കൃത്യമായ രീതിയിൽ നിങ്ങൾ സപ്ലിമെൻറ്റ് ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് എൻറ്റാസിഡ്സ് ചെയ്യുന്നത്. എൻറ്റാസിഡ്സ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് വൈറ്റാമിൻ D ഡെഫിഷ്യൻസി ഉണ്ടാക്കാനുള്ള സാധ്യതയാണുള്ളത്. നേരെ മറിച്ച് വൈറ്റാമിൻ D ആണ് ഇതിൻ്റെ ഹീലിങ്ങിന് ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റാമിൻ D കൃത്യമായിട്ട് ചെയ്യുക. മിനിമം നിങ്ങൾ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ 20 മിനിറ്റ് എങ്കിലും വെയിൽ കൊള്ളുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. അങ്ങനെ സാഹചര്യം ഇല്ലാത്ത ആളോ വല്ലാതെ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരോ സപ്ലിമെൻ്റ് എടുത്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി സിങ്ക് കാർനോസിൻ എന്ന് പറയുന്ന ഒരു സപ്ലിമെൻറ്റ്, സിങ്ക് കാർനോസിനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, പല കാരണവശാലും നമ്മുടെ ശരീരത്തിനകത്ത് സിങ്ക് കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഗ്യാസ്ട്രൈറ്റിസ് മാറില്ല. സിങ്ക് കാർനോസിൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട സപ്ലിമെൻ്റാണ് നിങ്ങളിതിന് ഉപയോഗിക്കേണ്ടത്. ഇനി ലൈഫ് സ്റ്റൈലിൽ എന്ത് മാറ്റം വരുത്തണം? നിങ്ങൾ കീറ്റോ ഡയറ്റിലേക്ക് അല്പകാലം പോവുക. എന്താണ് കീറ്റോ ഡയറ്റിലെ ഗുണം? കീറ്റോ ഡയറ്റ് തീർച്ചയായിട്ടും ഇൻഫ്ലമേഷൻ സാധ്യതകൾ കുറക്കുന്നതാണ്. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നതും ഇൻഫ്ലമേഷൻ ആയതുകൊണ്ട് തന്നെ കീറ്റോ ഡയറ്റിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ, ഏതാനും മാസത്തേക്ക് നിങ്ങൾ കീറ്റോ ഡയറ്റിൽ പോവുകയാണെങ്കിലും അത് നിങ്ങളുടെ അൾസറിൻ്റെ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ടെൻഡൻസി കുറക്കാനും നിങ്ങൾക്കൊരു ഹീലിംഗ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇതിന് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ കീറ്റോയിൽ പോകുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഏകദേശം ഒരു 14 മണിക്കൂറോ 15 മണിക്കൂറോ എങ്കിലും ഭക്ഷണം ഗ്യാപ്പ് കൊടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഫാസ്റ്റിംഗ് അനുവർത്തിക്കുന്നതും ഇതിന് നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് കണക്കാക്കാം. ഇനി ഏത് സപ്ലിമെൻ്റാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനെ സ്വാധീനിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഗ്ലൈസിറൈസ ഗ്ലാബ്ര എന്ന് പറയുന്ന ഇരട്ടി മധുരം
ഇരട്ടി മധുരത്തിനെ നമ്മൾ അതിൻ്റെ കണ്ടൻറ്റിനാണ് നമ്മൾ ലൈക്കോറൈസ് എന്ന് വിളിക്കുക. ലൈക്കോറൈസ് ശരിയായ അനുപാതത്തിൽ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാണ്. അതാണ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സപ്ലിമെൻറ്റേഷനുകളിൽ ഒന്ന്. ഗ്ലൈക്കോറൈസ് കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇരട്ടി മധുരം കൊടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വയറ്റിനകത്തുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല മാറും. ഇതിന് പല ഗുണങ്ങളുമുണ്ട്. പല പഠനങ്ങളും പറയുന്നത് ശബ്ദത്തിന് സൗകുമാര്യം കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ മുഖകാന്തി വർദ്ധിപ്പിക്കാനും മുടിയുടെ വളർച്ചയ്ക്കും എക്സീമ പോലെയുള്ള ചില സ്കിൻ രോഗങ്ങൾക്കും അതേപോലെ തന്നെ വായപ്പുണ്ണുണ്ടാവുക ഓറൽ അൾസേഴ്സിനൊക്കെ വളരെ ബെനിഫിഷ്യലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇരട്ടി മധുരം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനൊന്നും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇതൊന്നും കെമിക്കലി മെയ്ഡല്ല, ഇതൊന്നും ഫാർമസ്യൂട്ടിക്കലി മെയ്ഡല്ല. ഇതൊക്കെ ഒന്ന് ന്യൂട്രാസ്യൂട്ടിക്കലി അല്ലെങ്കിൽ കെമിക്കൽ ഇല്ലാതെ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് പോലും നിങ്ങൾക്ക് കിട്ടുന്നതോ ആയ കാര്യങ്ങളാണ്. ഇത് ശരിയായ അനുപാതത്തിൽ നിങ്ങൾ എടുക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് അനുസൃതമായ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള ന്യൂട്രീഷണൽ കണ്ടൻസിനെ കൂടി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ കൂടി നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളുടെ ഗ്യാസ്ട്രൈറ്റിസ് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ഡയറ്റ് പ്ലാൻ ഇല്ലാതെ അത് മാറ്റാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ഡയറ്റ് പറഞ്ഞു തരുന്ന കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ഡോക്ടറുടെ അടുത്താണ് നിങ്ങൾ പോകേണ്ടത്. അങ്ങനെയുള്ള ഒരു ഡോക്ടറെ നിങ്ങൾ സമീപിക്കുക. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുക. ഏതൊരു രോഗമോ ഒരു ബുദ്ധിമുട്ടോ വന്നാൽ അതിനെ മാറ്റാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെ ചുറ്റുമുള്ള ഡോക്ടർമാർക്ക് മാത്രമല്ല നിങ്ങൾക്ക് കൂടിയാണ്. അവനവൻ്റെ ആരോഗ്യവും അവനവൻ്റെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ പൂർണ്ണമായ കസ്റ്റോഡിയൻ നിങ്ങളാണ്. നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏത് രീതിയിൽ നിങ്ങളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ ജീവിത അവസാനം വരെ നമ്മൾ മരുന്ന് കഴിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിട്ടകൾ വരുത്തണോ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.